വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ സ്വർണ്ണ പണയ തട്ടിപ്പ് കേസിൽ പ്രതി പിടിയിലായി. പ്രതിയായ മുൻ മാനേജർ മധ ജയകുമാർ പിടിയിലായത് നാടുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ. ഭാര്യയ്ക്കും സുഹൃത്തിനുമൊപ്പം രക്ഷപ്പെടാനായിരുന്നു പദ്ധതി. കർണാടക ബിഹാർ ജില്ലയിലെ ഹുംനാബാദിൽ നിന്നുമാണ് കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ച് മധ ജയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. 26 കിലോ വരുന്ന മുക്കുബണ്ടം പണയം വെച്ച് 17 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ഈ പ്രശ്നമായതിനു ശേഷം എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഗോൾഡ് കുറച്ച് ടേക്കുണ്ടെന്ന് പറഞ്ഞു. നോർമൽ പീപ്പിളുടെ ഗോൾഡ് അല്ല, അത് മൊത്തം ഒരു ഗ്രൂപ്പുണ്ട്, ചാത്തം കണ്ടത്തിൽ ഫിനാൻഷ്യൽസിന് ഒരു ഗ്രൂപ്പുണ്ട്, അവരുടെ സ്വന്തം ഗോൾഡാണ്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിനു വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്ന് വിശദീകരിച്ച പ്രതി മധ ജയകുമാർ 2 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ട വീഡിയോ സന്ദേശമാണിത്. ബാങ്കിന്റെ സോണൽ മാനേജർ അരുണിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടിയെന്നും മധ ജയകുമാറിന്റെ വെളിപ്പെടുത്തലുണ്ടായി. വടകരയിലെ ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന്റെ വെബ്സൈറ്റിലൂടെയാണ് 23 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടത്. ഇരുട്ടുമുറിയിൽ മുഖം വ്യക്തമാകുന്ന വിധത്തിലായിരുന്നു വീഡിയോ. ചാത്തം കണ്ടത്തിൽമാരുടെ അവരുടെ ഗോൾഡ് ലോൺ മൊത്തം എനിക്ക് അറിഞ്ഞിട്ട് ഈ ബ്രാഞ്ചസിലൊക്കെ ഉണ്ട്. മലപ്പുറം, മഞ്ചേരി, കോഴിക്കോട്, സുൽത്താൻ ബത്തേരി, വടകര, താമരശ്ശേരി, ഈ ബ്രാഞ്ചസിലൊക്കെ അവരുടെ ഗോൾഡ് ഉണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രഷർ ഫ്രം ദി സോണൽ മാനേജർ. കേസിൽ നിന്ന് മധ ജയകുമാർ പിടിയിലാവുകയും ചെയ്തു. ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം മധ ജയകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നു രാത്രി തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വൈകിട്ടോടെയാണ് മധ ജയകുമാറിനെ കരിപ്പൂർ വിമാനത്താവളം വഴി വടകരയിലെത്തിച്ചത്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് സിം കാർഡ് എടുക്കുന്നതിനിടെയാണ് പിടിയിലായതെന്നാണ് സൂചന. സിം കാർഡിന് സമർപ്പിച്ച രേഖകളിൽ സംശയം തോന്നിയ കടയുടമ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ക്ഷുഭിതനായി. ഇതോടെ ഉടമ ഹുംനാബാദ് പോലീസിൽ അറിയിച്ചു. അവർ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് വടകരയിലെ കേസിന്റെ കാര്യം പുറത്തുവന്നത്. ഉടൻ വടകര പോലീസുമായി ബന്ധപ്പെട്ടു. ഇതിനിടെ കേസന്വേഷണത്തിനായി മേട്ടുപ്പാളയത്തായിരുന്ന പോലീസ് സംഘം ഹംനാനഗറിലേക്ക് പുറപ്പെട്ടു. ഇന്ന് രാവിലെയോടെ മധ ജയകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഹൈദരാബാദ് വിമാനത്താവളം വഴി കരിപ്പൂരിലേക്ക് കൊണ്ടുവന്നു. 26 കിലോ വ്യാജ സ്വർണം പണയം വെച്ച് 17 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് മധ ജയകുമാറിനെതിരെയുള്ള കേസ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖ മുൻ മാനേജറാണ് മധ ജയകുമാർ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.